മറ്റത്തൂർ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. 8 പേർ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചവർ ഇന്നലെ രാവിലെയാണ് രാജിവെച്ചത്. രാജിവെച്ച ശേഷം BJPയുടെ വോട്ട് നേടി അവർ മുന്നോട്ട് വെച്ച ടെസ്സി എന്ന് പറയുന്ന ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് വലിയ കോലാഹലങ്ങൾ ഉണ്ടായത്. കാരണം കോൺഗ്രസിൽ നിന്ന് വിട്ടവരാണെങ്കിൽ പോലും കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച അവർ BJPയുടെ പിന്തുണയോടുകൂടി ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു, വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു. ഇതൊക്കെ തന്നെ വലിയ തോതിൽ കേരളം ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതിനെതിരെ KPCC നേതൃത്വവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു. മാത്രമല്ല DCC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ കൃത്യമായ നിയമ നടപടി എടുക്കുമെന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയിലെ ഈ കൈചിഹ്നത്തിൽ വിജയിച്ച 8 പേരെയും സ്വതന്ത്രരായി വിജയിച്ച് പാർട്ടിയിലേക്ക് വന്ന 2 പേരെയും പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുത്തു എന്ന് ഉള്ള DCC ജനറൽ സെക്രട്ടറി ശ്രീ TM ചന്ദ്രനെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാഫിയെയും KPCC നേരിട്ട് തന്നെ പുറത്താക്കിയിട്ടുള്ളതാണ്. KPCC പ്രസിഡന്റും മറ്റത്തൂരിലെ കോൺഗ്രസ് വിട്ട ജനപ്രതിനിധികളെ തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. അതേസമയം തങ്ങൾ BJPയിൽ ചേർന്നു എന്ന പ്രചാരണം ശരിയല്ല. മാത്രമല്ല BJPയുമായി സഖ്യമുണ്ടാക്കാനായി തങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടില്ല എന്ന ഒരു ന്യായീകരണമാണ് മറ്റത്തൂരിൽ നിന്ന് വിജയിച്ച 8 വാർഡ് മെമ്പർമാരും അതിനോടൊപ്പം തന്നെ അവരുടെ കൂടെയുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളുമെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. തങ്ങൾ യാതൊരു വിധത്തിലും ഇവിടെ കോൺഗ്രസിൻ്റെ പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ല എന്നൊരു ന്യായീകരണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം BJPയുമായി നമ്മൾ സഖ്യം ചേരാൻ നമ്മൾ തീരുമാനിച്ചിരുന്നില്ല. BJP നമുക്ക് വോട്ട് ചെയ്തു. പക്ഷെ അവിടുത്തെ പൊതു കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് CPMന്റെ കൊടിയ അഴിമതികൾക്കെതിരെയുള്ള വികാരമാണ് അവിടുത്തെ കോൺഗ്രസിന് പൊതുവേ ഉള്ളത്. പാർട്ടി നേതൃത്വം ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ ഇതിലൊരു സമവായത്തിലെത്താൻ തങ്ങൾ തയ്യാറാണ് എന്ന ഒരു നിലപാടാണ് മറ്റത്തൂരിലെ കോൺഗ്രസ് വിട്ടുവന്ന പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും കേരളം മുഴുവനും ഈ ഒരു സഖ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങളുമായി CPM നേതാക്കൾ ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.